ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. 2025-2026 വേൾഡ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. PSC പരീക്ഷകളിൽ 20 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരാറുള്ളത്. ക്ലാസ് മൊത്തമായി കാണുക. ഒന്നോ രണ്ടോ തവണ കാണുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലെ ഫാക്റ്റുകൾ മുഴുവനും മനസ്സിലാവുന്നതായിരിക്കും. പറ്റുമെങ്കിൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാനായി ശ്രമിക്കുക. നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: 2025 ജൂലൈയിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ ചെങ്കടലിൽ തകർന്ന ലൈബീരിയൻ കപ്പലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് എറ്റേണിറ്റി സി ആണ്. ഓക്കെ, അപ്പോൾ 2025 ജൂലൈയിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ ചെങ്കടലിൽ തകർന്ന ലൈബീരിയൻ കപ്പൽ ഏതാണ്? എറ്റേണിറ്റി സി ആണ്. ശ്രദ്ധിക്കുക, 2025 ജൂലൈയിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ ചെങ്കടലിൽ തകർന്ന ലൈബീരിയൻ കപ്പലാണ് എറ്റേണിറ്റി സി എന്ന് പറയുന്നത്. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായി നിശ്ചയിക്കപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. അപ്പോൾ 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലാണ്. എത്രാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് 18ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം: 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൻ്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ അത് അബുദാബിയാണ്. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് വേദിയാണ് അബുദാബി. പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ G7 രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ്. ഓക്കെ, അപ്പോൾ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ G7 രാജ്യമാണ് ഫ്രാൻസ്. 2025 ജൂലൈയിൽ ബ്രസീലിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിക്ക് അർഹനായ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അപ്പോൾ നരേന്ദ്രമോദിക്ക് എപ്പോഴും ഇങ്ങനെ പല രാജ്യങ്ങളുടെയും പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കാറുണ്ട്. അപ്പോൾ 2025 ലഭിച്ചത് ഒന്ന് ബ്രസീലാണെന്നുള്ളത് ഓർക്കുക. രണ്ടാമത് ലഭിച്ചത് 2025 പരമോന്നത സിവിലിയൻ ബഹുമതി നമീബിയയുടെയും നിലവിൽ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 ബ്രസീലിൻ്റെയും നമീബിയയുടെയും പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച ഇന്ത്യൻ നേതാവ് ആരാന്ന് ചോദിച്ചാൽ മക്കളെ, അത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ സിവിലിയൻ ബഹുമതി നരേന്ദ്രമോദിക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയത്? ബ്രസീലിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ നമീബിയയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, 2025 ജൂലൈയിൽ മിന്നൽ പ്രളയം ഉണ്ടായ അമേരിക്കൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ടെക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സസ് ആണ് മിന്നൽ പ്രളയം ഉണ്ടായ അമേരിക്കൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെക്സസ് ആണെന്നുള്ളത് ഓർക്കുക. ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രസവച്ചെലവിനും അതേപോലെ തന്നെ ശിശുപരിപാലനത്തിനും സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാ മക്കളെ? അത് നമ്മുടെ റഷ്യ ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രസവച്ചെലവിനും ശിശു പരിപാലനത്തിനും സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യ ആണെന്നുള്ളത് ഓർക്കുക. 2025 ജൂലൈയിൽ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യങ്ങളാണ് കൊളംബിയയും അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനും. അപ്പോൾ ശ്രദ്ധിക്കുക, 2025 ജൂലൈയിൽ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യങ്ങളാണ് കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും. 2025 ഐക്യരാഷ്ട്രസഭയുടെ AI4 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനീവയാണ്. അപ്പോൾ 2025 ഐക്യരാഷ്ട്രസഭയുടെ AI4 ഗുഡ് ഉച്ചകോടി. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് AI ബന്ധപ്പെട്ട്. അപ്പോൾ AI യുഗമാണ്, അതുകൊണ്ട് തന്നെ AI4 ഗുഡ് ഉച്ചകോടിക്ക് വേദിയായത് ജനീവ. യൂറോ കറൻസി ആരംഭിക്കുന്ന 21ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബൾഗേറിയയാണ്. അപ്പോൾ യൂറോ കറൻസി ആക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ബൾഗേറിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. അപ്പോൾ യൂറോ കറൻസി ആക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ബൾഗേറിയ? 21ാമത്തെ രാജ്യമാണ്. UPI ഉപയോഗം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ട്രിനിഡാഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ട്രിനിഡാഡാണ് എന്തെന്ന് പറയുന്നത് UPI ഉപയോഗം നടപ്പാക്കുന്ന 8ാമത്തെ രാജ്യം, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ. ഓക്കെ, അപ്പോൾ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ ആണ് UPI ഉപയോഗം നടപ്പാക്കുന്ന 8ാമത്തെ രാജ്യം എന്ന് പറയുന്നത്. UPI ഉപയോഗം 8ാമത്തത് ഏത് രാജ്യ? ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ. ഓക്കെ, 3500 വർഷം പഴക്കമുള്ള പെനിക്കോ നഗരത്തെ
അടുത്തുവരെ കണ്ടെത്തിയ രാജ്യമാണ് ഏതെന്ന് പറയുന്നത് പെറു. ഓക്കെ, ഇനി അപ്പോൾ പെനിക്കോ നഗരത്തെ കണ്ടെത്തിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറു ആണ്. 3500 വർഷം പഴക്കമുള്ള ഈ പറയുന്ന പെനിക്കോ നഗരം എവിടെയാണ്? പെറു ആണ്. 2025 ജൂലൈയിൽ അന്തരിച്ച മുൻ നൈജീരിയൻ പ്രസിഡന്റാണ് ബുഹാരിയാണ് 2025 ജൂലൈയിൽ അന്തരിച്ച മുൻ നൈജീരിയൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ബുഹാരി. ലോകത്തിൽ ആദ്യമായി AI റോബോട്ട് ഫുട്ബോൾ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ചൈനയിലാണ്. 2025 ജൂലൈയിൽ ട്രിനിഡാഡ് ആൻഡ് ബൂഗോയുടെ പരമോന്നത ബഹുമതിക്ക് അർഹനായ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു 2025 എവിടത്തെ? ബ്രസീലിലെ കിട്ടി, നമീബിയയുടെ കിട്ടി, ഇപ്പോൾ എവിടത്തെയാ? ട്രിനിഡാഡ് ആൻഡ് ബോഗോയുടെ പരമോന്നത ബഹുമതി. ട്രിനിഡാഡ് ആൻഡ് ബോഗോ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. അതായത് UPI 8ാമത്തെ ആക്കിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാ? ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ ആണ് എന്ത്? UPI ഉപയോഗം നടപ്പാക്കുന്ന 8ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരിനാമാന്നുള്ളത് ഓർക്കുക. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യമാണ് സുരിനാം. 2025 ജൂലൈയിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണ്. അപ്പോൾ 2025 ജൂലൈയിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഫ്രാൻസാന്നുള്ളത് ഓർക്കുക. അപ്പോൾ 2025 ജൂലൈയിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യമാണ് ഫ്രാൻസ്. ആക്സിയം 4 ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ആക്സിയം 4 ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2025 ജൂലൈ 15 ആക്സിയം 4. ശ്രദ്ധിക്കുക മക്കളെ, ഉറപ്പായും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ആക്സിയം 4 ദൗത്യം ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 ജൂലൈ 15. അടുത്തത് യുക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി യൂലിയ സെറിങ്കോ. അപ്പോൾ യുക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? യൂലിയ സെറിങ്കോ. ഒരു 5 പ്രാവശ്യം പറഞ്ഞോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യുക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി യൂലിയ സെറിങ്കോ. ലോകത്തിലെ മികച്ച ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്കാണ് SBI. ഓക്കെ, അപ്പോൾ ലോകത്തിലെ മികച്ച ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് SBI. 2025 ജൂലൈയിൽ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ച സംഘടനയാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് 2025 ജൂലൈയിൽ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ച സംഘടനയാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട്. യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന തടാകവാസ സ്ഥലം കണ്ടെത്തിയത് അൽബേനിയയിലാണ്. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന തടാകവാസ സ്ഥലം കണ്ടെത്തിയത് അൽബേനിയ. അടുത്തിടെ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റാണ് വിഫ. അപ്പോൾ അടുത്തിടെ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ മക്കളെ എന്താണ്? വിഫ എന്നുള്ളതാണ്. അടുത്തിടെ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റാണ് വിഫ. ലോക സർവകലാശാല ഗെയിംസ് 2025 വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജർമ്മനിയാണ്. 2025 മാലിദ്വീപ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായിരുന്നു നരേന്ദ്രമോദി. അപ്പോൾ 2025 മാലിദ്വീപ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിബറ്റാണ്, ചൈനയിലാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ടിബറ്റിൽ നിർമ്മിക്കുന്നത് രാജ്യമാണ് ചൈന. അമേരിക്കയിലെ ക്രിക്കറ്റ് ആസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിയമമാണ് ജീനിയസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയെ ക്രിക്കറ്റ് ആസ്ഥാനമാക്കുമെന്നുള്ള പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ജീനിയസ് ആക്ട് ആണ്. 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ്. അത് USA ആണ്. 2025 അമേരിക്കൻ പാർട്ടി എന്ന പാർട്ടി സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലോൺ മസ്ക് ആണ്. ലോക കോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്ക് ആണ് എന്ത് ചെയ്തത്? 2025 അമേരിക്കൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി. മക്കളെ ശ്രദ്ധിക്കുക, നല്ലൊരു ചോദ്യമാണ്. അതായത് അമേരിക്കൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലോൺ മസ്ക് ആണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിച്ച ആദ്യ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ
താലിബാൻ സർക്കാരിനെ അംഗീകരിച്ച രാജ്യമാണ് ഏത്? റഷ്യ എന്ന് പറയുന്നത്. അടുത്തത് സുരിനാമിൻ്റെ പുതിയ പ്രസിഡന്റാണ് ജെന്നിഫർ സൈമൺസ്. സുരിനാമിൻ്റെ പുതിയ പ്രസിഡന്റിൻ്റെ പേര് എന്താ മക്കളെ? അതായത് ജെന്നിഫർ സൈമൺസ് എന്നാണ് സുരിനാമിൻ്റെ പുതിയ പ്രസിഡന്റ്, ജെന്നിഫർ സൈമൺസ്. 2025 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യമാണ് US. അപ്പോൾ 2025 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് US ആണ്. ശുക്രനിലെ പര്യവേഷണത്തിനായി വെനൈറ ഡി മിഷൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് റഷ്യയാണ്. അപ്പോൾ ശുക്രനിലെ പര്യവേഷണത്തിനായി വെനൈറ ഡി മിഷൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചോദിച്ചാൽ അത് റഷ്യയാണ്. 2025 ഓഗസ്റ്റിൽ IMF എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഊർജിത് പട്ടേൽ. നല്ലൊരു ചോദ്യം, ഇനിയും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. 2025 ഓഗസ്റ്റിൽ IMF എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഊർജിത് പട്ടേൽ. 2025 ഓഗസ്റ്റിൽ സ്ഫോടനം സംഭവിച്ച കിലവ്യ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹവായിലാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ 2025 ഓഗസ്റ്റിൽ സ്ഫോടനം സംഭവിച്ച കിലവ്യ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഹവായി ആണ്. വേൾഡ് കോമ്പറ്റീറ്റീവ് റാങ്കിങ്ങിൽ 2025 ഒന്നാം സ്ഥാനത്ത് വന്നത് സ്വിറ്റ്സർലാൻഡാണ്. വേൾഡ് കോമ്പറ്റീറ്റീവ് റാങ്കിങ് 2025 ഒന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡ്. ദോഷകരമായ ഓൺലൈൻ ഉള്ളടക്കങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ഓസ്ട്രേലിയ. നല്ലൊരു ചോദ്യമാണ് മക്കളെ, ശ്രദ്ധിക്കുക. ദോഷകരമായ ഓൺലൈൻ ഉള്ളടക്കങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയ. ലോകത്തിലെ ആദ്യ ഹ്യൂമനോഡ് റോബോട്ട് ഗെയിംസ് നടന്നത് അത് ബെയ്ജിംഗ് ആണ്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് ബെയ്ജിംഗ്. പ്രഥമ ബിൻസ്റ്റോക്ക് ട്രഡീഷൻ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് ഏത്? ന്യൂഡൽഹി. പ്രഥമ ബീംസ്റ്റോക്ക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ വേദി ന്യൂഡൽഹി. 2025 ഓഗസ്റ്റിൽ യുക്രൈനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഫ്ലോറിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2025 ഓഗസ്റ്റിൽ UK-യിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഫ്ലോറിഡ. UK-യിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഫ്ലോറിസ് എന്ന് പറയുന്നത്. ഫ്ലോറിസ് 2025 ഓഗസ്റ്റിലാണ് UK-യിൽ ഫ്ലോറിസ് വീശുന്നത്. 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിലിപ്പൈൻ പ്രസിഡന്റിൻ്റെ പേരാണ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിലിപ്പൈൻ പ്രസിഡന്റാണ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ. 2025 ഓഗസ്റ്റിൽ ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിൽ നടന്ന മീറ്റിങ്ങിൻ്റെ വേദിയാണ് അലാസ്ക. ഓക്കെ, അപ്പോൾ 2025 ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിൽ നടന്ന മീറ്റിങ്ങിൻ്റെ വേദിയാണ് അലാസ്ക. വായനാ പ്രതിസന്ധി മറികടക്കാൻ 2025 ഓഗസ്റ്റിൽ പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സംഭവമാണ്, അത് ഡെൻമാർക്കാണ്. ഓക്കെ, അപ്പോൾ വായനാ പ്രതിസന്ധി മറികടക്കാനായിട്ട് 2025 പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യമാണ് ഡെൻമാർക്ക്. 2025 ഓഗസ്റ്റിൽ ഗൂഗിളിന് 300 കോടി രൂപ പിഴ ഏർപ്പെടുത്തിയ രാജ്യം. നല്ല ചോദ്യം മക്കളെ, ശ്രദ്ധിക്കുക. ഗൂഗിളിന് വേണ്ടിയിട്ട് 300 കോടി രൂപ പിഴ ഏർപ്പെടുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. 2025 മക്സസെ അവാർഡ് അർഹയായ പരിസ്ഥിതി പ്രവർത്തകയാണ് ഷാഹിന അലി. 2025 ഓഗസ്റ്റിൽ 800ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 2025 ഓഗസ്റ്റിൽ 800ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ ഭൂകമ്പം അഫ്ഗാനിസ്ഥാൻ. 2025 ഓഗസ്റ്റിൽ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് 100% എന്ത് ചെയ്തു? 100% പ്രഖ്യാപിച്ച രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ അമേരിക്ക. ഓക്കെ, യെസ്. അപ്പോൾ 2025 ഓഗസ്റ്റിൽ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത് USA. അപ്പോൾ 100% തീരുവ പ്രഖ്യാപിച്ച രാജ്യമാണ് USA. 2025 സെപ്റ്റംബറിൽ 5 വർഷ തടവിന് വിധേയനാക്കപ്പെട്ട മുൻ ഫ്രഞ്ച് പ്രസിഡന്റാണ് നിക്കോളോസ് സർക്കോസി. 2025 സെപ്റ്റംബറിൽ 5 വർഷ തടവിന് വിധേയനാക്കപ്പെട്ട
മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ്. നിക്കോളോ സർക്കോസി. ആരാണ്? നിക്കോളോ സർക്കോസി. സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന പേരിൽ ഹനുമാൻ പ്രതിമ സ്ഥാപിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് USA ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന പേരിൽ ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം USA. പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ച് പൂർവാവസ്ഥയിലാക്കുന്ന പശ വികസിപ്പിച്ച രാജ്യമാണ് ചൈന. അപ്പോൾ ഇനി എന്താണ്, നിലവിൽ അസ്ഥിയൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം? പശ കൊണ്ട് എന്ത് ചെയ്യാം? ഒട്ടിക്കാൻ പറ്റും. ആ ഒരു പശ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല, നമ്മുടെ ചൈനയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ചൈനയിലാണ് ഇങ്ങനെയുള്ള പശ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. അതായത് എന്താണ് 2025 ദക്ഷിണ കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിക്ക് അർഹനായ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? അമിതാഭ് ഘോഷ് എന്ന് പറയുന്നത്. അപ്പോൾ അമിതാഭ് ഘോഷാണ് 2025 ദക്ഷിണ കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിക്ക് അർഹനായത്. ഓക്കെ, അപ്പോൾ അമിതാഭ് ഘോഷ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ദക്ഷിണ കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിക്ക് അർഹനായ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? അമിതാഭ് ഘോഷ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2025 ഒന്നാം സ്ഥാനത്ത് വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2025 ഒന്നാം സ്ഥാനത്ത് വന്നത് സ്വിറ്റ്സർലൻഡാണെന്നുള്ളത് ഓർക്കുക. ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 107ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് മോൾഡോവയാണ്. ഓക്കെ, മോൾഡോവയാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 107ാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മോൾഡോവയാണ്. ആഗോള സമാധാന സൂചിക 2025 ഒന്നാം സ്ഥാനം ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐസ്ലൻഡിനാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ എന്താണ്? ആഗോള സമാധാന സൂചിക 2025 ഒന്നാം സ്ഥാനം ഐസ്ലൻഡ്. 2025 ഓഗസ്റ്റിൽ പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വച്ചുപിടിപ്പിച്ച രാജ്യമാണ് ചൈന. ഓർക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഓഗസ്റ്റിൽ പന്നിയുടെ ശ്വാസകോശം മനുഷ്യരിൽ വച്ചുപിടിപ്പിച്ചു ചൈനക്കാർ. 2025 സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി നിയമിതനായത് ഡേവിഡ് ലാമിയാണ്. ആരാണ്? ഡേവിഡ് ലാമിയാണ് ഉപപ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത്. ഓക്കെ, അടുത്തത് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡോറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ മലേഷ്യ എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡോറോമിക് വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡോറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് റഷ്യയാണ്. അടുത്തത് നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി 2025 സെപ്റ്റംബറിൽ അധികാരമേറ്റ വനിതയാണ് ആരെന്ന് പറയുന്നത്? സുശീല കാർക്ക് എന്ന് പറയുന്നത്. സുശീല കാർക്കാണ് എന്തെന്ന് പറയുന്നത്? നിലവിൽ നമ്മുടെ എവിടത്തെ നേപ്പാളിൻ്റെ ഇടക്കാല മന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുശീല കാർക്കിനെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സുശീല കാർക്ക്. ഓക്കെ, ഇനി അടുത്തത് ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽബേനിയാണ്. ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രി നിയമിച്ച രാജ്യമാണ് ഏത്? അൽബേനിയ. ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യമാണ് ഏത്? അൽബേനിയ. മൊറോക്കോ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. മൊറോക്കോ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് രാജ്നാഥ് സിംഗ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആരാണ്? രാജ്നാഥ് സിംഗ് ആണ് മൊറോക്കോ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റാണ് പോൾ ബിയ കാമറൂൺ. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന് പറയുന്നത്? അത് ആരാണ്? പോൾ ബിയ കാമറൂൺ ആണ്. പോൾ ബിയ കാമറൂൺ. അപ്പോൾ ഓർത്തു വെച്ചോ, പോൾ ബിയ കാമറൂൺ ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ്. ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഏത്? സൗദി അറേബ്യ ആണ് ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം
നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മൊന്ത. 2025 ഒക്ടോബറിൽ യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് പെറു. 2025 ഒക്ടോബറിൽ ജമൈക്കയിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് മെലിസ. അപ്പോൾ 2025 ഒക്ടോബറിൽ ജമൈക്കയിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരേതാണെന്ന് ചോദിച്ചാൽ അത് മെലിസയാണ്. 2025 ഒക്ടോബറിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ സ്ഥാപിതമായ രാജ്യമേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലെ ബെയ്ജിങ്ങിലാണ് 2025 ഒക്ടോബറിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ സ്ഥാപിച്ചത്. 2024 നോമിനേഷനുകളുടെ അടിസ്ഥാനത്തിൽ ചിൽഡ്രൻ ബുക്ക് പ്രൈസ് നൽകി തുടങ്ങുന്ന വർഷം 2027 അത് 50,000 പൗണ്ടാണ് പുരസ്കാര തുകയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 2025 ഒക്ടോബറിൽ ആസിയാനിൽ 11ാമത് അംഗരാജ്യമായത് കിഴക്കൻ തിമൂറാണ്. ഓക്കെ, അപ്പോൾ 2025 ഒക്ടോബറിൽ ആസിയാനിൽ 11ാമത് രാജ്യമായത് കിഴക്കൻ തിമൂർ. 46ാമത് ആസിയാൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് മലേഷ്യയാണ്. 46ാമത് ആസിയാൻ ഉച്ചകോടിക്ക് നേതൃത്വം വഹിക്കുന്നത് അല്ലെങ്കിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് മലേഷ്യ. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവിക അഭ്യാസത്തിന് വേദിയാകുന്നത് വിശാഖപട്ടണം. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവിക വിദ്യാഭ്യാസത്തിന് വേദിയാകുന്നത് വിശാഖപട്ടണമാണ്. $500 ബില്യൺ ആസ്തി നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി എന്ന നേട്ടം ഒക്ടോബറിൽ കൈവരിച്ചത് ഇലോൺ മസ്ക് ആണെന്നുള്ളത് ഓർക്കുക. 2025 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹനായത് മേരി ബ്രോങ്കോ. 2025 ഭൗതികശാസ്ത്ര നൊബേലിന് അർഹനായത് ജോൺ ക്ലാർക്ക് ബ്രിട്ടനാണ്. നിഷൈൽ ഡെവോറോ ഫ്രാൻസ്, ജോൺ മാർട്ടിനസ് USA ആണ്. അപ്പോൾ 3 പേരെയും ഓർത്തു വെച്ചോ. ഭൗതികശാസ്ത്ര നൊബേല് 2025 ജോൺ ക്ലാർക്ക്, നിഷൈൽ ഡെവോറ, അതേപോലെ തന്നെ ജോൺ മാർട്ടിനസ് എന്നിവർക്കാണ് കിട്ടിയത്. അപ്പോൾ ജോൺ ക്ലാർക്ക് ബ്രിട്ടനാണ്, നിഷൈൽ ഡെവോറോ ഫ്രാൻസ് ആണ്, ജോൺ മാർട്ടിനസ് USA ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. 2025 സാഹിത്യ നൊബേല് നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്ലോ ക്രസ്നോ ഹോർക്കയാണ്, ഹംഗറിക്കാരിയാണ്. ഓക്കെ, ഇനി 2025 സമാധാനം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാന നൊബേൽ സമ്മാനം മരിയ കൊറീന മച്ചാഡോ ആണ്, വെനസ്വലെ. 2025 ഒക്ടോബറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോയിലെ മുൻ പ്രസിഡന്റാണ് ജോസഫ് കബില. ഓക്കെ, 2025 ഒക്ടോബറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോ പ്രസിഡന്റാണ് ഏതെന്ന് പറയുന്നത് ജോസഫ് കബില. ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ എൻസൈക്ലോപീഡിയയുടെ പേരാണ് ഗ്രോക്കിപീഡിയ. അപ്പോൾ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ എൻസൈക്ലോപീഡിയയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ഗ്രോക്കിപീഡിയ. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപനിലയം ആരംഭിച്ചത് എവിടെയാണ്? ഗോബി മരുഭൂമിയാണ്. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപനിലയം ആരംഭിച്ചത് എവിടെയാ? ഗോബി മരുഭൂമിയിലാണ്. കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ ആദ്യത്തെ ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഫിജിയാണ്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ ആദ്യത്തെ ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യമാണ് ഫിജി. 2025 ഒക്ടോബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സനെ തകായിച്ചിയാണ്. ഓക്കെ, അപ്പോൾ 2025 ഒക്ടോബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ് എന്ന് ചോദിച്ചാൽ സനെ തകായിച്ചി. ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് കേട്ടോ ഈ പറയുന്ന സനെ തകായിച്ചി. 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി ഫോറത്തിന്റെ വേദിയാണ് ബാർബഡോസ്. ബാർബഡോസ് ആണ് 68ാമത് കോമൺവെൽത്ത് പാർലമെന്റിന്റെ വേദിയാണ് ഏതെന്ന് പറയുന്നത് ബാർബഡോസ്. 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെറി സിംഗ് ആണ്, ഷെറി സിംഗ്. 2025 ഒക്ടോബറിൽ പുറത്തിറക്കിയ ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകം രചിച്ചത് മലാല യൂസഫ്സായി. നല്ലൊരു ചോദ്യമാണ്, ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം കൂടിയാണ്. 2025 ഒക്ടോബറിൽ പുറത്തിറക്കിയ ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകം രചിച്ചത് മലാല യൂസഫ്സായി. ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വിശാഖപട്ടണത്താണ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ 8ാമത് സെഷൻ്റെ വേദിയാണ് എവിടെ? ന്യൂഡൽഹിയിലാണ് 8ാമത്തെ സെഷൻ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ്. 2025 ഒക്ടോബറിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടന്നത് ഈജിപ്തിലാണ്.
2025 ഒക്ടോബറിൽ അന്തരിച്ച കെനിയൻ മുൻ പ്രധാനമന്ത്രിയാണ് റലൈ ഒഡിങ്ങ. റലൈ ഒഡിങ്ങയാണ് 2025 ഒക്ടോബറിൽ അന്തരിച്ച കെനിയൻ മുൻ പ്രധാനമന്ത്രിയാണ് റൈല ഒഡിങ്ങ. 2025 ഒക്ടോബറിൽ അന്തരിച്ച ജപ്പാൻ പ്രധാനമന്ത്രിയാണ് ടോമിച്ചി മുരിയാമ. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വയ്. 2025 ഒക്ടോബറിൽ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് അർഹനായത് സുനിൽ അമൃത്. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ്. അതേപോലെ UN ഭക്ഷ്യകാർഷിക സംഘടന 2025 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 9 ഓർക്കുക. അപ്പോൾ UN ഭക്ഷ്യകാർഷിക സംഘടന 2025 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 9. 2025 കമ്മിറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഇന്ത്യയുടെ സ്ഥാനം 36. അടുത്തിടെ ലൂസിഫർ തേനീച്ചകൾ എന്നറിയപ്പെടുന്ന പുതിയ ഇനം തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഓസ്ട്രേലിയയാണ്. അടുത്തിടെ ലൂസിഫർ തേനീച്ചകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. ചൊവ്വയിലെ 350 കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് അടുത്ത് നൽകിയ പേരാണ് കൃഷ്ണൻ ഗർത്തം. കൃഷ്ണൻ ഗർത്തം ഇമ്പോർട്ടൻ്റ് ആണ്. ചൊവ്വയിലെ 350 കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് അടുത്തിടെ നൽകിയ പേര് കൃഷ്ണൻ ഗർത്തം. അടുത്തിടെ ചൈനയിൽ തകർന്നു വീണ ഹോങ്കി പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. 1995-2024 കാലയളവിൽ പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ഡൊമിനിക്ക. ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശം 2025 നവംബറിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഇറാനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം 2025 നവംബറിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച രാജ്യമാണ് ഇറാൻ. അടുത്തിടെ ഫിലിപ്പൈൻസിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഏത്? കാൽമേഘി. കാൽമേഘി ചുഴലിക്കാറ്റ് ഫിലിപ്പൈൻസിലാണ്. കാൽമേഘി ചുഴലിക്കാറ്റിന് ശേഷം ഫിലിപ്പൈൻസിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഫങ് വോങ്. ഫങ് വോങ്. അപ്പോൾ കാൽമേഘിയും അതേപോലെ തന്നെ ഫങ് വോങ്ങും എവിടെയാ? ഫിലിപ്പൈൻസിൽ വീശിയ ചുഴലിക്കാറ്റാണ്. ജാവലിംഗ് മിസൈൽ ഇന്ത്യക്ക് നൽകിയ രാജ്യമാണ് ഏതെന്ന് പറയുന്നത് US ആണ്. ജാവലിംഗ് മിസൈൽ ഇന്ത്യക്ക് നൽകിയത് US ആണ്. 2025 നവംബറിൽ അന്തരിച്ച മുൻ US വൈസ് പ്രസിഡൻ്റാണ് റിച്ചാർഡ് ബ്രൂസ് ചീനി. ഓക്കെ, അപ്പോൾ 2025 നവംബറിൽ അന്തരിച്ച മുൻ US പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചാൽ റിച്ചാർഡ് ബ്രൂസ് ചിനിയാണ്. റിച്ചാർഡ് ബ്രൂസ് ചിനിയാണ്. 2025 നവംബറിൽ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ഏത്? മാലിദ്വീപ്. 2025 നവംബറിൽ എന്ത് ചെയ്തു? പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം 2025 നവംബറിൽ പുകയില നിരോധനം ഏർപ്പെടുത്തിയത് മാലിദ്വീപാണെന്നുള്ളത് ഓർക്കുക. നയതന്ത്ര പരിശീലന സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഇക്വഡോറാണ്. മൈക്കിൾ ജാക്സന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കുന്ന ചലച്ചിത്രമാണ് മൈക്കിൾ. ഓക്കെ, അപ്പോൾ മൈക്കിൾ ജാക്സന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കുന്ന ചിത്രത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? മൈക്കിൾ. പക്ഷിപ്പനി വ്യാപനം തടയുന്നതിനായി 2025 ഒട്ടകപ്പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യമാണ് കാനഡ. ഓക്കെ, അപ്പോൾ പക്ഷിപ്പനി വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ഒട്ടകപ്പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യമാണ് ഏത്? കാനഡ. അടുത്തിടെ ചൈന തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തിടെ ചൈന തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫുജിയാനാണ്. അടുത്തിടെ ചൈന തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. ലോകത്തിലെ ആദ്യത്തെ ക്യാഷ് സൊസൈറ്റി ആയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ സ്വീഡനാണ്. ലോകത്തിലെ ആദ്യത്തെ ക്യാഷ് സൊസൈറ്റി ആയ രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. 2025 ഗരുഡ വ്യോമാഭ്യാസത്തിന് വേദിയായത് ഗരുഡ വ്യോമാഭ്യാസം ഫ്രാൻസാണ്. 2025 നവംബറിൽ 100 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഫ്രാൻസുമായി കരാർ ഒപ്പുവെച്ചത് യുക്രൈനാണ്. 2025 100 റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നതിന് ഫ്രാൻസുമായി കരാർ ഒപ്പുവെച്ചത് യുക്രൈനാണെന്നുള്ളത് ഓർക്കുക. 2025 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത്
ഫാത്തിമ ബോഷാണ്. അദ്ദേഹം മെക്സിക്കോക്കാരിയാണ് ഫാത്തിമ ബോഷ്. അപ്പോൾ 2025 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാത്തിമ ബോഷ്. ഫാത്തിമ ബോഷ് 2025 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാത്തിമ ബോഷ്. 2025 നവംബറിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ചത് കാനഡയാണ്. 2026 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് മലേഷ്യ. 31ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് തുർക്കിയാണ്. 2025 നവംബറിൽ മലാക്ക കടലിടുക്കിന് മുകളിലൂടെ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് സെൻ യാർ. 2025 മാൻ ബുക്കർ സമ്മാനം നേടിയത് ഹംഗറിക്കാരനായ ഡേവിഡ് സലായി ആണ്. 2025 ഡേറ്റർ സാഹിത്യ സമാധാന സമ്മാനത്തിന് അർഹനായത് സൽമാൻ റഷ്ദി എന്നുള്ളത് ഓർക്കുക. ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമെടുത്ത ശേഷം സന്ദർശിച്ച ആദ്യത്തെ വിദേശ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് തുർക്കിയാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമെടുത്ത ശേഷം സന്ദർശിച്ച ആദ്യത്തെ വിദേശ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തുർക്കിയാണ്. 2025 പോളിയോ വിമുക്തമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഇന്തോനേഷ്യ. 2025 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ് ഓവർ എവരിഡേ എസെൻഷ്യൽ എന്നുള്ളതാണ്. അപ്പോൾ 2025 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ റൈറ്റ് അവർ എവരിഡേ എസെൻഷ്യൽ എന്നുള്ളതാണ്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൊണാൾഡ് ട്രംപ് ആണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരമാണ് ട്രംപ് നേടിയത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ട്രെയിനാണ് റിയാദ് മെട്രോ. ടൈം മാഗസിൻ ഓഫ് ദ ഇയർ 2025 അർഹനായത് നീൽ മോഹനാണ്. യൂട്യൂബിൻ്റെ CEO ആണ്. ടൈം മാഗസിൻ ഓഫ് ദ ഇയർ 2025 അർഹനായത് ആരാണ്? നീൽ മോഹനാണ്, യൂട്യൂബിൻ്റെ CEO. മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടു 2025 വാക്കായി തിരഞ്ഞെടുത്തത് ഏത് വാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ലോപ്പ് എന്ന വാക്കാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടു 2025 വാക്കായി തിരഞ്ഞെടുത്തത് മക്കളെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ലോപ്പാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സ്ലോപ്പ് മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടു 2025 വാക്കായി തിരഞ്ഞെടുത്തത് സ്ലോപ്പാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് 2025 വേൾഡ് കറണ്ട് അഫയേഴ്സിൽ പെടുന്നത്. ഉറപ്പായും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് 1, 2, 3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് VFA, അതേപോലെ ബെവ്കോ LDC മുതലായ 10th പ്രിലിംസ് എക്സാമുകൾ വരുന്നുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക, അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് വായിക്കുക, അതിനുശേഷം വൈകിട്ടത്തെ ക്വസ്റ്റ്യൻ പൂളിൽ കൂടി അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിൻ്റെ നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ ഒരു ക്ലാസ് തന്നെയാണ്. ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത എക്സാമുകളിൽ നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് എന്താണ് വേൾഡ് കഴിഞ്ഞു, അടുത്തത് നമുക്ക് നാഷണൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ് അടുത്ത ദിവസം നോക്കാം. അതിനുശേഷം കേരളവുമായി ബന്ധപ്പെട്ട മൊത്തം കറണ്ട് അഫയേഴ്സ് നോക്കാം. എക്സാമിന് മുന്നേ നിങ്ങൾക്ക് 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്ന തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഇത് പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സ് സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.